ഏതോ ഇറാൻ അമേരിക്ക വലിയ രീതിയിലുള്ള യുദ്ധം നടക്കും അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഭീതികൾ പശ്ചിമേഷ്യയിൽ പടർന്നിരുന്നു. ഇതിനിടയിലാണ് മൂന്നാം ഘട്ട ചർച്ച നടക്കുന്നത്. എന്നാൽ ഈ മൂന്നാം ഘട്ട ചർച്ച വലിയ രീതിയിലുള്ള ഒരു പുരോഗതി ഉണ്ട് എന്നാണ് ഈ ഇറാനും ഒമാനും പറയുന്നത്. അപ്പോൾ എന്താണ് നിലവിൽ ഈ അമേരിക്കയുടെ അവസ്ഥ അല്ലെങ്കിൽ ഇറാന്റെ അവസ്ഥ? രേഷ്മ, ഇതിലെ പുരോഗതി ഉണ്ട് എന്ന് പറയുന്നത് ഒമാനും ഇറാനുമാണ്. അമേരിക്ക ഇതുവരെ മൂന്നാം ഘട്ട ചർച്ചയെക്കുറിച്ച് ഒരക്ഷരം വേണ്ടിയിട്ടില്ല. ഈ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്, ഈ ചർച്ചയിൽ തീരുമാനമായില്ലെങ്കിൽ ഞങ്ങൾ ഇറാനിൽ ആക്രമണം നടത്തും എന്നായിരുന്നു. പക്ഷെ ചർച്ച കഴിഞ്ഞ് അടുത്ത ചർച്ച വിയന്നയിൽ നടത്താൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തിട്ടും ട്രംപിൻ്റെ വീരവാദങ്ങൾ എവിടെ പോയി എന്ന ചോദ്യത്തിന് ഒരു ഉത്തരവുമില്ല. അതായത് ഇറാൻ പറയുന്ന വരയിൽ നിൽക്കേണ്ട അവസ്ഥയിലേക്ക് അമേരിക്ക മാറി എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം. രണ്ടാമത്, ഇറാൻ എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ ഇറാൻ്റെ കാര്യം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പുരോഗതി ഉണ്ട് എന്ന് ഇറാൻ പറയണമെങ്കിൽ തീർച്ചയായിട്ടും ഇറാൻ അനുകൂലമായ പലതും ആ ചർച്ചയിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ, അതായത് അമേരിക്ക മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ എന്താണ്? ഇറാൻ്റെ 3 ആണവ നിലയങ്ങൾ അടച്ചുപൂട്ടണം, അതുപോലെ തന്നെ തങ്ങളുടെ കൈവശമുള്ള യുറേനിയം മുഴുവൻ അമേരിക്കയ്ക്ക് കൈമാറണം, അല്ലെങ്കിൽ അത് പുറത്തേക്ക് കൊടുക്കണം. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ നേതൃത്വത്തിൽ മേൽനോട്ടത്തിൽ അത് പുറത്തേക്ക് കൊടുക്കണം. അതുപോലെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇനി ഒരിക്കലും ഇറാൻ കൈവശം വയ്ക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഘട്ടം ഘട്ടമായിട്ട് ഉപരോധങ്ങൾ അവസാനിപ്പിക്കാമെന്നാണ് അമേരിക്ക നേരത്തെ തന്നെ ഈ ചർച്ചയ്ക്ക് മുന്നോടിയായി പറഞ്ഞത്. പക്ഷേ ഈ ചർച്ചയ്ക്ക് ശേഷം ഈ വിഷയങ്ങളിൽ ഒരക്ഷരം പോലും മിണ്ടാൻ അമേരിക്ക തയ്യാറായിട്ടില്ല. എന്നാൽ ഇറാൻ ആകട്ടെ, ചർച്ചയിൽ പുരോഗതിയുണ്ട്, അടുത്ത ഘട്ടത്തിൽ കൂടുതൽ പുരോഗതി ഉണ്ടാകും, കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകും എന്നാണ് ഇറാൻ പറയുന്നത്. 2 രാജ്യങ്ങൾക്കും ഗുണകരമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് എന്നും ഇറാൻ പറയുമ്പോൾ, ഈ ചർച്ചയിലുടനീളം ഇറാന് വലിയ മേൽക്കൈ ഉണ്ടായി എന്നും ഇറാൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടാൻ പോവുകയാണെന്നും അമേരിക്കയുടെ പിടിവാശി അവർ ഉപേക്ഷിക്കേണ്ടി വരുമെന്നും ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങില്ല എന്നുമുള്ള കാര്യങ്ങൾ ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. രേഷ്മ, ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ചർച്ച പുരോഗതി ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇറാൻ വലിയ രീതിയിലുള്ള ഒരു വിജയ പ്രതീക്ഷയാണോ ഈ നൽകുന്നത്? അതായത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്, ഏതൊരു ആക്രമണവും നേരിടാൻ ഇറാൻ തയ്യാറാണ്, പക്ഷേ എപ്പോഴും അവർ ചർച്ചയ്ക്കൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു മൂന്നാം ഘട്ട ചർച്ച കഴിഞ്ഞപ്പോൾ ഒരു കുറച്ചധികം സമയമെടുത്തായിരുന്നു ഈ ചർച്ച നടന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ചർച്ച കഴിഞ്ഞപ്പോൾ ഇത് ഇറാന്റെ ഒരു വിജയമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഇത് ഇറാന്റെ വിജയമെന്ന നിലയിൽ വ്യാഖ്യാനിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇറാനെ ആക്രമിക്കാൻ പാഞ്ഞെടുത്ത അമേരിക്കയെ ഇറാൻ തുരത്തി ഓടിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിനാണ് കുറച്ചുകൂടി പ്രാധാന്യം. അതായത് ലോകത്ത് ഇറാൻ ഒരു വ്യത്യസ്തമായ ശക്തിയായി മാറുകയാണ്, അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരു ശക്തിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. സാധാരണഗതിയിൽ അമേരിക്ക വെല്ലുവിളിച്ചാൽ, അമേരിക്ക ഏതെങ്കിലും തീരുമാനങ്ങൾ പറഞ്ഞാൽ അതൊക്കെ നടപ്പാക്കേണ്ട ഗതികേടാണ് മറ്റ് രാജ്യങ്ങൾക്ക്, സ്വാഭാവികമായിട്ടും പാവപ്പെട്ട രാജ്യങ്ങൾക്ക് ഉണ്ടാകാറ്. പക്ഷേ ഇവിടെ ഇറാൻ പറഞ്ഞത് അനുസരിക്കേണ്ട ഗതികേടിലേക്ക് അമേരിക്ക പോവുകയാണ്. ഈ യുദ്ധത്തിന് ഈ ചർച്ചയ്ക്ക് മുന്നോടിയായി അമേരിക്ക വലിയ യുദ്ധസമാനമായ സാഹചര്യങ്ങൾ ഒരുക്കുന്നു. ഇസ്രായേൽ തയ്യാറാകുന്നു. അങ്ങനെ ഇറാനെ ഇപ്പോൾ അടിക്കും എന്നുള്ള പ്രതീതി വരുന്നു. ഇറാനിലെ ഇസ്ലാമിക ഭരണം താഴെ വീഴുമെന്ന പ്രചാരണങ്ങൾ ഉണ്ടാകുന്നു. പാശ്ചാത്യ മാധ്യമങ്ങൾ മുഴുവൻ ട്രംപ് ഉറഞ്ഞുതുള്ളി ഇപ്പോൾ ഇറാനെ തീർക്കാൻ പോവുകയാണ് എന്ന തരത്തിൽ നിരവധിയായിട്ടുള്ള കഥകൾ മെനയുന്നു. അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 പടക്കപ്പലുകളും 13ഓളം അനുബന്ധ കപ്പലുകളുമൊക്കെ ഇറാനെ ലക്ഷ്യമാക്കി നീങ്ങുന്നു. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് അമേരിക്കയെ ഇറാൻ തുരത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനമായി ഞാൻ കാണുന്ന കാര്യം. അതായത് അമേരിക്ക ഈ ചർച്ച തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് പോലും നിരുപാധികം കീഴടങ്ങണം എന്ന നിലയിൽ കടുത്ത ഭാഷയിലാണ് ഇറാനെ വെല്ലുവിളിച്ചത്, അല്ലെങ്കിൽ ഇറാന് മുന്നറിയിപ്പ് കൊടുത്തത്. പക്ഷേ ഈ ചർച്ചയിൽ എവിടെയും ഇറാൻ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിരോധത്തിലേക്ക് പോയതായി കാണുന്നില്ല, ഏതെങ്കിലും തരത്തിൽ ഭയന്നതായി കാണുന്നില്ല, ഏതെങ്കിലും തരത്തിൽ അമേരിക്കയ്ക്ക് വഴിപ്പെട്ടതായി കാണുന്നില്ല. മറിച്ച് ഇറാൻ അവരുടെ നിലപാടുകൾ കുറെ കൂടി ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അവതരിപ്പിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇറാന് 3 കാര്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കാനുണ്ടായിരുന്നത്. ഒന്ന്, 60% യുറേനിയം സമ്പുഷ്ടീകരിക്കും ഇറാൻ. അതായത് മുഴുവൻ പ്രവർത്തനക്ഷമമായിരിക്കില്ല, 60% യുറേനിയം സമ്പുഷ്ടീകരിക്കും. വേണമെങ്കിൽ അത് കുറച്ച് ഡയല്യൂട്ട് ചെയ്യാം. പക്ഷെ അങ്ങനെ ഡയല്യൂട്ട് ചെയ്യുമ്പോൾ ഉപരോധങ്ങൾ മുഴുവൻ അമേരിക്ക നീക്കണം. അതോടൊപ്പം ഇറാൻ്റെ ഏറ്റവും വലിയ വീക്ക് പോയിന്റ്, അല്ലെങ്കിൽ ദുർബലമായ അവസ്ഥ എന്ന് പറയുന്നത് അവരുടെ വ്യോമസേനയുടെ പരിതാപകരമായ അവസ്ഥയാണ്. അതായത് മിസൈലുകളും ഈ പറയുന്ന ഡ്രോണുകളും ഒക്കെ ഉണ്ടെങ്കിലും യുദ്ധവിമാനങ്ങൾ ഇറാൻ്റേത് പലതും കാലഹരണപ്പെട്ടതാണ്. അപ്പോൾ ഏറ്റവും അത്യാധുനികമായ യുദ്ധവിമാനങ്ങൾ അമേരിക്ക നൽകണം.
അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഈ യുറേനിയം സമ്പുഷ്ടീകരണത്തിൻ്റെ തീവ്രത കുറയ്ക്കാം എന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അമേരിക്കൻ കമ്പനികൾ ഇറാനിൽ നിക്ഷേപം നടത്തണം. അതെന്തിനാണ്? ഇറാൻ സാമ്പത്തികമായി മുന്നോട്ട് കുതിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്, അമേരിക്കയെ കൊണ്ട്, തങ്ങളെ തകർക്കാൻ വന്ന അമേരിക്കയെ കൊണ്ട് തന്നെ തങ്ങളെ പരിപോഷിപ്പിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള നയങ്ങൾ ഒപ്പുവെപ്പിക്കുന്ന അവസ്ഥയിലേക്ക് ഇറാൻ മാറി എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്ന് ആലോചിച്ച് നോക്കുക. ട്രംപ് നിരന്തരമായി കഴിഞ്ഞ 2-2.5 മാസമായി ഇറാനെ വെല്ലുവിളിക്കുന്നു. ഇറാനെ ഇപ്പോൾ തീർക്കുമെന്ന് പറയുന്നു. മുഴുവൻ സന്നാഹങ്ങളുമായിട്ട് ഇറാന് നേരെ പോകുന്നു. സാധാരണഗതിയിൽ ഒരു രാജ്യം പേടിച്ച് വിറച്ച് കാലിൽ വീഴേണ്ട സമയമാണ്. ഇറാൻ അത് ചെയ്തില്ല. അപ്പോൾ ഉണ്ടായ വ്യാഖ്യാനങ്ങളെന്ന് പറയുന്നത് ഖാംനെയിയെ തട്ടിക്കൊണ്ടുപോകാനുള്ള നീക്കമാണെന്ന് പറയുന്നു. ഖാംനെയി എവിടെയാണെന്ന് പോലും കണ്ടെത്താൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ല. എന്ന് മാത്രമല്ല, അമേരിക്ക ആ രീതിയിലൊക്കെ വന്നിട്ടും ഇറാൻ്റെ ഒറ്റ വിരട്ടലിൽ അമേരിക്ക വാലും മടക്കി ഓടുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഇനി ഇറാൻ പറയുന്നത് അമേരിക്കയ്ക്ക് അനുസരിക്കേണ്ടി വരും. ഒരു യുദ്ധത്തിലേക്ക് ഒരിക്കലും അമേരിക്ക പോകില്ല. കാരണം അങ്ങനെ യുദ്ധത്തിലേക്ക് പോയാൽ ഇറാൻ തകർത്ത് തരിപ്പണമാക്കി കൊടുക്കും സകലതുമെന്ന് അമേരിക്കയ്ക്ക് ബോധ്യം വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു യുദ്ധ സാഹചര്യം മാറി ഇപ്പോൾ ഒരു ആശ്വാസം എന്ന് പ്രതീക്ഷിക്കാവോ? അതോ ഈ ഒരു 3ാം ഘട്ട ചർച്ച നടന്നതിന് ശേഷവും അമേരിക്ക ഏതെങ്കിലും തരത്തിലുള്ള ഒരു യുദ്ധം നടത്താൻ സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ആക്രമണം നടക്കാൻ സാധ്യതയുണ്ടോ? പക്ഷേ ഇസ്രായേൽ ഇതിൽ ഒരിക്കലും ഒരു നിലപാടിലേക്ക് പോയിട്ടില്ല. നിലപാടിലേക്ക് പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ നിലപാടുകൾ പലതും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും ഒരടി പോലും മുന്നോട്ട് പ്രായോഗികമായി നീങ്ങിയിട്ടില്ല എന്ന് നമുക്ക് ഈ വിഷയങ്ങൾ മുഴുവൻ പരിശോധിച്ചാൽ കാണാൻ കഴിയും. അതായത് ഇസ്രായേൽ ആദ്യം പറഞ്ഞത് എന്താണ്? അമേരിക്കയും ഇറാനും തമ്മിൽ കരാർ ഒപ്പിട്ടാലും വേണ്ടില്ല, ഒപ്പിട്ടാലും ഞങ്ങൾ ആക്രമിക്കും ഇറാനെ എന്ന് തീർത്ത് പറഞ്ഞ രാജ്യമാണ് ഇസ്രായേൽ. പക്ഷേ 2 ദിവസം മുമ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അവിടുത്തെ പാർലമെൻറ്റിൽ സംസാരിക്കുമ്പോൾ ആ പറച്ചിലിനൊരു വലിയ മാറ്റം സംഭവിച്ചു. ഞങ്ങളെ ആക്രമിച്ചാൽ ഇറാനെ തിരിച്ചടിക്കും എന്നാക്കി ഇസ്രായേൽ അത് മാറ്റി. അതായത് എന്തു വന്നാലും ഇറാനെ ആക്രമിക്കും, അമേരിക്ക ഇറാനുമായി കരാറിൽ ഒപ്പിട്ടാലും ഞങ്ങൾ ഇറാനെ വെറുതെ വിടില്ല, ഞങ്ങൾ ശക്തമായി ഇറാനെ കടന്നാക്രമിക്കും, ഇറാനെ തീർക്കും എന്നൊക്കെ പറഞ്ഞ ഇസ്രായേൽ ഇറാൻ ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾ അങ്ങോട്ട് ആക്രമിക്കും എന്ന നിലയിലേക്ക് അവരുടെ നിലപാട് മാറ്റി. അത് തന്നെ ഇറാൻ്റെ വലിയ വിജയമാണ്. അതായത് ഇറാനെ ആക്രമിക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ചവരെ മുഴുവൻ വിരട്ടി ഓടിക്കുക എന്ന് ലിറ്ററലി നമുക്ക് പറയാം. ഭയപ്പെടുത്തി, വിരട്ടി, തങ്ങളുടെ സന്നാഹങ്ങൾ കാണിച്ച് പേടിപ്പിച്ച് പിന്തിരിപ്പിക്കുകയാണ് ഇറാൻ ചെയ്തിരിക്കുന്നത്. ഇത് ഈ ലോകരാജ്യങ്ങളുടെ ഇപ്പോഴത്തെ ലോകക്രമത്തിൽ ഒരു രാജ്യത്തിന് അത്ര എളുപ്പമല്ല ഇങ്ങനെ അമേരിക്കയെ വിരട്ടി, അമേരിക്കയെ വരച്ച വരയിൽ നിർത്തി അമേരിക്കയെ പിന്തിരിപ്പിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയിരിക്കുന്ന സമയത്ത് ട്രംപിനെ ഭയപ്പെടുത്തി ഓടിക്കുക, വിരട്ടി ഓടിക്കുക, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി തങ്ങളുടെ പരിധിയിലേക്ക് കൊണ്ടുവരിക, കരുത്തുകാട്ടി തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുക, അല്ലെങ്കിൽ ആ നിലയിലേക്ക് അമേരിക്കയെ കൊണ്ടുവരിക എന്ന തന്ത്രപ്രധാനമായ നയതന്ത്ര നീക്കമാണ് ഇവിടെ ഇറാൻ നടത്തി വിജയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഒരു കളിയും ഇനി ഇറാൻ്റെ അടുത്ത് നടക്കില്ല എന്ന് ഏറെക്കുറെ നമുക്ക് തീരുമാനമായിട്ടുണ്ട്. ഇനി അടുത്തത് വിയന്നയിൽ നടക്കാൻ പോകുന്ന ചർച്ചയാണ്. ഈ വിയന്നയിൽ നടക്കാൻ പോകുന്ന ചർച്ച എന്ന് പറയുന്നത് ഒരിക്കലും ഇറാന് മേൽ അടിച്ചേൽപ്പിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചയല്ല. നേരെ മറിച്ച് ഇറാൻ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു വിൻ വിൻ ഫോർമുല എന്ന് പറയുന്ന പരിപാടിയുണ്ട്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ ഇറാനെ പരിപോഷിപ്പിക്കാനും ഇറാൻ്റെ വ്യാവസായിക നേട്ടങ്ങൾ ഉണ്ടാക്കാനും ഇറാൻ്റെ ഉപരോധങ്ങൾ നീക്കാനും ഇറാൻ്റെ യുറേനിയം സമ്പുഷ്ടീകരണം പരിമിതപ്പെടുത്താനും ഒക്കെ ആയിട്ടുള്ള ചർച്ചകളാണ്. അപ്പോൾ അതിൽ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ തലവനും പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അവർ ഇതെങ്ങനെ പ്രായോഗികമായി നടപ്പാക്കാൻ കഴിയും, ഇറാൻ ഈ കരാർ അനുസരിക്കുന്നുണ്ടോ എന്നെങ്ങനെ മനസ്സിലാക്കാൻ കഴിയും, ഇറാൻ എങ്ങനെയാണ് ഈ കരാറുമായി മുന്നോട്ട് പോകുന്നത് എന്ന് എങ്ങനെ അറിയാൻ കഴിയും, ഇറാൻ കരാർ ലംഘിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും, അങ്ങനെയുള്ള സാങ്കേതികമായ കാര്യങ്ങൾ മാത്രമേ ഇനിയുള്ള ചർച്ചയിൽ ഉണ്ടാകൂ എന്നാണ് പറയുന്നത്. അതായത് ഏറ്റവും പ്രധാനമായി ഉണ്ടായിരുന്ന അമേരിക്കയുടെ പിടിവാശികൾ മുഴുവൻ അമേരിക്ക ഉപേക്ഷിച്ചിരിക്കുന്നു. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇറാൻ പരിപൂർണമായി യുറേനിയം സമ്പുഷ്ടീകരണം അവസാനിപ്പിക്കണമെന്ന അമേരിക്കയുടെ വാദം ഇറാൻ അംഗീകരിച്ചിട്ടില്ല. അത് എന്ന് മാത്രമല്ല, അങ്ങനെ ആ ചർച്ച ഒരു പരാജയമായിരുന്നുവെങ്കിൽ, അതായത് അമേരിക്ക ഇറാൻ്റെ ഈ കടുത്ത നിലപാടുകൾക്ക് മുന്നിൽ വഴങ്ങിയില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ യുദ്ധം ആരംഭിക്കേണ്ട സമയമായി. ഈ യുദ്ധം തൽക്കാലം ഇല്ലാതെ വരുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ അമേരിക്കയ്ക്ക് ഇനി യുദ്ധം ചെയ്യാൻ തോന്നില്ല എന്ന നിലയിലേക്ക് ഇറാൻ കാര്യങ്ങളെ എത്തിച്ചിട്ടുണ്ട്. അതായത് അമേരിക്ക ഏതെങ്കിലും തരത്തിൽ യുദ്ധം ചെയ്യുകയാണെങ്കിൽ അമേരിക്കയുടെ പടക്കപ്പലുകൾ ആദ്യം തകർക്കുമെന്ന് ഇറാൻ കൃത്യമായ സന്ദേശം കൊടുത്തു. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഹോർമുസ് കടലിടുക്കും ചെങ്കടലും പൂട്ടിക്കെട്ടി വയ്ക്കുന്ന വിധത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ വലിയ സാമ്പത്തിക മാന്ദ്യവും വ്യാവസായിക നഷ്ടവും ഒക്കെ ഉണ്ടാക്കുന്ന വിധത്തിൽ ലോകത്തെ സകല രാജ്യങ്ങളെയും ബാധിക്കുന്ന
ബാധിക്കുന്ന വിധത്തിൽ പ്രത്യേകിച്ച് അമേരിക്കയെയും യൂറോപ്യൻ യൂണിയനെയും ആഫ്രിക്കൻ രാജ്യങ്ങളെയും ഒപ്പം പശ്ചിമേഷ്യയിലെ ഇന്ത്യ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങളെയും ഗൾഫ് രാജ്യങ്ങളെയും ഒക്കെ നേരിട്ട് വല്ലാത്ത രീതിയിൽ ബാധിക്കുന്ന വിധത്തിലേക്കുള്ള അന്താരാഷ്ട്ര പ്രതിസന്ധി സൃഷ്ടിക്കാൻ ഇറാന് സെക്കൻഡുകൾ മതി. ഹോർമുസ് കടലിടുക്കിൽ തങ്ങളുടെ മുഴുവൻ സംവിധാനങ്ങളും ഉപയോഗിച്ച് ഒരു വലിയ തടസ്സപ്പെടുത്തലും ആക്രമണങ്ങളും ആരംഭിച്ചു കഴിഞ്ഞാൽ ലോകം സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകും, വ്യാവസായിക പ്രതിസന്ധിയിലേക്ക് പോകും. തങ്ങളുടെ കാര്യം നേടിയെടുക്കാൻ വേണ്ടി വേണമെങ്കിൽ ഇറാൻ അത് ചെയ്യാമായിരുന്നു. പക്ഷേ ഇറാൻ മാന്യത കാണിച്ചതുകൊണ്ടാണ് ഇപ്പോഴും ഹോർമുസ് കടലിടുക്കിൽ ഒരു കുഴപ്പവുമില്ലാതെ അന്താരാഷ്ട്ര എണ്ണ വ്യാപാരം സുഗമമായി മുന്നോട്ട് പോകുന്നത്. ഏതാണ്ട് അന്താരാഷ്ട്ര എണ്ണ വ്യാപാരത്തിൻ്റെ 20% ഹോർമുസ് കടലിടുക്കിലാണ്. അപ്പോൾ അമേരിക്ക ചെയ്യുന്നത് പോലെ ഭീഷണിപ്പെടുത്തി സമ്മർദ്ദം ചെലുത്തി വലിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് അമേരിക്കയെ വരച്ച വരയിൽ നിർത്താൻ ഇറാൻ തീരുമാനിക്കുകയായിരുന്നുവെങ്കിൽ നേരത്തെ തന്നെ ഈ ഹോർമുസ് കടലിടുക്ക് അടച്ചിട്ടാൽ മതിയായിരുന്നു. പക്ഷേ അത് ചെയ്യാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ ഇറാന് ലോകരാജ്യങ്ങളോടൊരു ബഹുമാനമുണ്ട്. അല്ലെങ്കിൽ ഈ ലോകത്തൊരു വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ട് ലോകത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ അട്ടിമറിച്ചിട്ട് തങ്ങളുടെ കാര്യം മാത്രം നേടാൻ ഇറാൻ ആഗ്രഹിക്കുന്നില്ല. എന്ന് മാത്രമല്ല, ഇറാൻ തുടക്കം മുതലേ പറഞ്ഞിരുന്ന കാര്യം ഇങ്ങോട്ടേക്ക് ആക്രമിച്ചാൽ ഞങ്ങൾ വെറുതെ വിടില്ല എന്നുള്ളതാണ്. ഇറാനെ സംബന്ധിച്ചൊന്ന് ആലോചിച്ച് നോക്കുക. ആ രാജ്യത്തെ തകർക്കാൻ, ആ രാജ്യത്തിൻ്റെ ആത്മീയ നേതാവിനെ കൊലപ്പെടുത്താൻ, ആ രാജ്യത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ, ആ രാജ്യത്തിൻ്റെ പരമാധികാരവും ആത്മാഭിമാനവും തകർത്ത് ആ രാജ്യത്തെ പിടിച്ചെടുക്കാനും ഒക്കെ ശ്രമിച്ചവരാണ് ഈ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് അത്തരം നീക്കങ്ങൾ നടത്തിയെന്ന് കണ്ടെത്തിയത് IRGC ആണ്. അപ്പോൾ അത്രയൊക്കെ ചെയ്തിട്ടും ഇറാൻ ഇത്രയും സംയമനം പാലിക്കുന്നുണ്ടെങ്കിൽ അത് ഇറാൻ്റെ മാന്യതയായിട്ട് കണ്ടാൽ മതി. പക്ഷെ അതേസമയം തന്നെ ഇറാൻ അമേരിക്കയെ വിറപ്പിച്ച് വരച്ച വരയിൽ നിർത്തി തങ്ങൾക്ക് അനുകൂലമായ നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവരുന്നു. ഇതാണ് അന്താരാഷ്ട്ര തലത്തിലുള്ള ഏറ്റവും വലിയൊരു നയതന്ത്ര വിജയം ഇറാൻ്റെ. അതായത് ഇറാൻ ഒരു വലിയ ലോകശക്തി എന്ന നിലയിൽ ലോകത്തിന് മുന്നിൽ അടയാളപ്പെടുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങൾ നടത്തിയോ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്ത് പോയി ബോംബിട്ടോ മറ്റൊരു രാജ്യത്തെ ജനങ്ങളെ കൊലയ്ക്ക് കൊടുത്തോ ഒന്നുമല്ല ഇറാൻ ഇത് നേടിയത്. അവരുടെ കരുത്തും നിശ്ചയദാർഢ്യവും ആത്മാഭിമാനവും പരമാധികാരവും മുറുക്ക പിടിച്ചുകൊണ്ട് അതിൽ നിന്ന് കടുകിട വ്യത്യാസമില്ലാതെ സ്ട്രെയിറ്റ് ആയിട്ട് മുന്നോട്ട് പോയിട്ടാണ് ഇറാൻ ഇപ്പോൾ ഈ പറയുന്ന നേട്ടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറാൻ്റെ ഈ നേട്ടത്തെ ഒരിക്കലും വില കുറച്ച് കാണാൻ കഴിയില്ല. അമേരിക്കയ്ക്കും നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ഇറാനുമായി ആക്രമണത്തിന് മുതിർന്നാൽ, ഇറാനെ വരച്ച വരയിൽ ഇരുത്താൻ നോക്കിയാൽ ആഗ്രഹിച്ചതൊന്നും നേടാൻ കഴിയില്ല എന്ന് അമേരിക്കയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. ഇറാൻ്റെ ആണവ പരീക്ഷണത്തിൻ്റെ 7 അയലത്തേക്ക് പോലും എത്തി നോക്കാൻ പോലും അമേരിക്കയ്ക്ക് കഴിയില്ല ഇറാനെ വെറുപ്പിച്ചാൽ എന്നവർ മനസ്സിലാക്കി. അതുകൊണ്ട് നയപരമായി ഇറാനോടൊപ്പം നിന്നുകൊണ്ട് ഇറാനെ ഒരു ചങ്ങാതി എന്നോ അല്ലെങ്കിൽ ഒരു പങ്കാളി എന്ന നിലയിലോ കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് വലിയ അപകടത്തിലേക്ക് പോകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അമേരിക്ക ഇറാനോട് നയപരമായി അടുക്കാനുള്ള സൂചനകളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതുകൊണ്ട് യുദ്ധം എന്നൊന്ന് ഇനി ഉണ്ടാകില്ല എന്നു തന്നെ പ്രത്യാശിക്കാം. പശ്ചിമേഷ്യ രക്ഷപ്പെട്ടു എന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കരുതാം. അത് ഇറാൻ്റെ ഗുണം കൊണ്ടാണ്, ഇറാൻ്റെ മര്യാദ കൊണ്ടാണ് എന്നും പറയാം.